ബസ് പോവല്ലേ? ഞാൻ വേണേ അങ്ങോട്ടാക്കി തരാം. വേണ്ട സാറില്ല, ഞാൻ അങ്ങോട്ടാ. വാ. ഈ കവറ് അത് പിടിക്കണം. ഇത് നമ്മളെ കിളിയെത്തിയ നമ്മളെ ചന്ദ്രട്ട മങ്ങളെ എന്താ അവിടെ ഈ സ്ഥലം ഏതാ നിനക്കറിയോ? കണക്കെന്താടാ വിളിച്ചടപാട്? നിന്നോട് ചോദിച്ചത് ഏതാണ് കവർ പോട്ടെ. അന്നെ വിളിച്ചു കേട്ടോടാ ഈ അല്ലാണ്ട് കൊടുക്കല്ലേ? കിട്ടൂടൊക്കെ സാറ് വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. എല്ലാം ശരിയാവിടും. ഇർഫാനെ, ഇപ്പൊ ഇതൊന്നും വേണ്ടാന്ന് തോന്നണ്ട. നമുക്ക് കണ്ട് വരണ്ടായിരുന്നല്ലേ? ഞാൻ പലവട്ടം പറഞ്ഞല്ലേ. ഇതല്ലാണ്ട് വേറെ ഒന്നും തോന്നിയില്ലടോ. അത് ഞാൻ വിട്ടുകൊടുക്കൂല. സാറേ, ഇതാ ഞാൻ പറഞ്ഞ കലീൽ. നമുക്ക് വേണ്ടപ്പെട്ട ആളാ. കലീലേതാ? ആ ചെക്കൻ്റെ ഏട്ടനാ. ഏത് ചെക്കൻ്റെ? ആ പെണ്ണിൻ്റെ ഒപ്പം വന്ന ഇയാൾക്കാണോ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്ലാസ ആണോ? ആ, ഇരിക്കിരിക്കെ. താങ്ക് യു സാർ. അപ്പോൾ കാര്യങ്ങൾ എന്തായി സാറേ, അന്വേഷിച്ചപ്പോൾ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരൊന്നും അത്ര നല്ലവരൊന്നല്ല. ഇത് ഇമ്മാതിരി പെണ്ണുങ്ങൾ സ്ഥിരം പരിപാടിയാണ്. വലിയ വീട്ടിലെ ചെക്കന്മാരെ വല വീശി പിടിക്കല്. ഏതാണ് നമ്മൾ ചെങ്ങായ സാർ. ഞാൻ ആ ചെറുക്കനെയും പെണ്ണിനെയും അത്യാവശ്യം പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളെ മിടുക്ക് പോലെ ഇരിക്കും. അത് മതി സാറേ, അതൊന്ന് സഹായിക്കാൻ നമ്മളെ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. എടോ, ഇവർ ആ ചെറുക്കൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. കേട്ടേ, അതെ ഇത് 1500 ഉറുപ്പ്യുള്ളോ? അത്രേ ഉള്ളൂ എന്നാ പറയണേ. 1800 1800. ആ, ചെക്കന്മാരോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ ഇവരെ പറഞ്ഞു വിട്ടോളൂ. ആ, ജാവോ ജാവോ ജാവോ. തനിക്ക് ഈ മൂന്നാംകിട പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? അത് വിട് സാറേ. ഞാൻ CA കണ്ട വിധം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഒരാളെ ശ്രമിച്ചോണ്ടൊന്നും കാര്യമില്ല. അവന്മാരെ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട് തന്നെ കൊടുക്കാൻ. ചെന്ന ചെറു കാര്യം പറയും. ചെല്ലുന്നു ഇന്ന് കയറ്റിക്കാൻ ഇടപാട്. അത് കുഴഞ്ഞു കുഴഞ്ഞ കേസാണ് സാറേ. ഇർഫോ, ഇപ്പം നമ്മളിപ്പോൾ പോരെ. അന്നെ തോന്നിയ മാതിരി ജീവിക്കാൻ നമ്മൾ സമ്മതിക്കൂല. അനക്ക് എന്തിൻ്റെ ഏടാണ്? ഇത് എൻ്റെ ജീവിതമാണ്, ഞാൻ തീരുമാനിക്കും കേട്ടോ. ഈ കണ്ട ചെറുമി പെണ്ണുങ്ങളോട് കൂത്താടി നടന്നടാ. എനക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഇല്ല, എനിക്കൊന്നും നഷ്ടപ്പെടാം. എന്ത് വർത്താനാ പറയണത് മോളെ? ഇജ്ജ് ബേജാറാണ്ടട്ടാ. ആണുങ്ങളായാലേ പ്രേമം ഒളിച്ചോട്ടൊക്കെ ഉണ്ടാവും. ഇതൊരുമാതിരി എനക്ക് ഈ ചെറുക്കനെ തന്നെ കിട്ടിയോളൂ. ആ കിട്ടിയോളൂ, ഇവിടെ തന്നെ കിട്ടിയോളൂ. എന്തേ വിട്ടോ? ഞാൻ വേറെ കൊണ്ടത്തോടി മോനെ ചെങ്കിലൊന്നാണ്. എനിക്കറിയാം എന്റെ വീട്ടുകാരെ കേട്ടാ.
കുഴപ്പമുണ്ടാക്കുമോ? അവൻ കയറി കുറ്റയ്ക്കില്ല എന്ന് പറഞ്ഞാൽ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. അതൊന്നും കുഴപ്പമില്ല. താൻ ആദ്യം കേസ് ചാർജ് ചെയ്ത് ആ ചെറുക്കനെ മൊഴി രേഖപ്പെടുത്താൻ നോക്ക്. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് അവനെ കോടതിയിൽ ഹാജരാക്കണം. ആ ചെറുക്കനായതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ വിവരം അറിഞ്ഞാനേ താൻ. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നാട്ടുകാരറിഞ്ഞാൽ സംഗതി ഇപ്പൊ കൈ പോകും. പരിഹാരമുണ്ടായിക്കോ. ആരാ പറയണത്? ഇങ്ങോട്ട് വാ. നിങ്ങൾ ചന്ദ്രനോട് കേസ് പോയിക്കോളി. ഇങ്ങോട്ട് വാ. ഇങ്ങനെ വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. കലിയിലെ കാര്യങ്ങൾ നയപരമായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മളെ ചെക്കനെ കേടൊന്നും കൂടാതെ പുറത്തെത്തിക്കണ്ടേ? നിങ്ങൾ എന്താ ചെയ്തോട്? അസ്സലാമലൈക്കും. വെരി കേട്ടി. ആ, കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുന്നതിന് മുമ്പ് ഇത് ഡീലാക്കണം. ഇക്കണക്കിന് പോയാൽ കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന തന്നെയാണ് തോന്നുന്നത്. ഈ ഗലിയിൽ വെറുതെ ഒച്ചയും വിളി ഉണ്ടാക്കുക. നിങ്ങൾ വരി, എനിക്കൊരു കാര്യം പറയാം. ചായ വരട്ടെ കയ്യിൽ 2 ചായ കൂടി. നല്ല കലിയിലേ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എങ്ങനെ വരുന്നത് ഇങ്ങനെ എടുത്ത്? സമയം കൂടി തന്നാൽ മതി. അതൊന്നും എനിക്കറിയണ്ട. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ സമയമായി. ഒരാഴ്ചക്കുള്ളിൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. എന്താ ഇവിടെ പഠിക്കണ്ട? അല്ല, ഞാനിവിടെ ബഷീർ സാറിനെ കാണാൻ വന്നതാ. ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. പ്രൊജക്റ്റാ? പൊന്നാനി അങ്ങാടിയും പള്ളിയും സംബന്ധിച്ചുള്ള ഒരു പ്രൊജക്റ്റ്. ആ, എൻ്റെ പേര് അവിടെ തന്നെയാണ്. നമുക്ക് ചെയ്താലോ പ്രൊജക്റ്റ്? ഇർഫാൻ എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമോ ഒരാഴ്ചത്തേക്ക്? അതിനെന്താ, ഞാൻ ഒരാഴ്ച ഫ്രീ ആണ്. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഞാൻ വരാം. ഈ സാറിനെ കണ്ട രാവിലെ വലിയ വലിയ വിളക്കെടുത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വരാം. ഈ അങ്ങാടിക്ക് വന്നാൽ